അജു നോക്ക് അവിടെ ഇറക്കിയ പണേ അമ്പലത്തിക്ക് പോവാ സമയം കണ്ടിട്ട് വരാം. ഹലോ, അപ്പൊ അജു പറഞ്ഞ പോലെ നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നാലോ? ബാ, ഞങ്ങൾ ഏത് അമ്പലത്തിലാ പോണേന്ന് പറഞ്ഞില്ലല്ലോ. അല്ലെ പറയണ്ട, കാണിച്ചു തരാം. ദേ ഈ ആൾത്തറിയും ആ കൂത്ത് നടക്കുന്ന സ്ഥലമൊക്കെ കാണുമ്പോ തന്നെ എല്ലാവർക്കും അമ്പലം ഏതാന്ന് മനസ്സിലായി ഉണ്ടാവൂലോ അല്ലെ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം അമ്പലത്തിൽ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വഴിപാടിനുള്ള ചീട്ടും കൊടുത്ത് ഞങ്ങൾ തൊഴാൻ കയറി. ശരിക്കും ഒരു 6 മണി 6:30 ആ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് കോട കെട്ടിയിട്ടാണ് ഉണ്ടാവുക. രാജേട്ടന് പിന്നെ നാട്ടിൽ വന്നാൽ ഇതേപോലെ പ്ലസന്റ് ആയ സ്ഥലങ്ങളിൽ പോകാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ തൊഴുത് പ്രസാദവും വാങ്ങി ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇത്രയും നല്ലൊരു ലൊക്കേഷനിൽ വന്നിട്ട് ഫോട്ടോ എടുക്കാണ്ട് പോണത് ശരിയല്ലല്ലോ. അപ്പോൾ പിന്നെ ഒരു സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടിന്റെ ലാഘവത്തിലാണ് കേട്ടോ ഇവരുടെ ഫോട്ടോസ് എടുത്തത്. അങ്ങനെ കുറച്ചധികം നല്ല ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ സ്പോട്ട് മാറ്റി. ഇവിടെ വന്നാൽ മസ്റ്റായിട്ടും കാണേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഈ പുഴ. ഇപ്പൊ വെള്ളമൊക്കെ ഉണ്ട്, കുറച്ചും കൂടി കഴിഞ്ഞാൽ വെള്ളമൊന്നും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഒക്ടോബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് ഈ ഒരു സ്ഥലത്തിന് ഒന്നും കൂടി ഭംഗി. അപ്പൊ ഫുള്ള് പച്ച കളറായിരിക്കും ഇവിടെ ചുറ്റും. അങ്ങനെ ഇന്നത്തെ മോർണിംഗ് എന്തായാലും ഒരു പോസിറ്റീവ് എനർജിയിൽ തുടങ്ങിയിട്ടുണ്ട്. എന്നാ പിന്നെ നമുക്ക് വീട്ടിലേക്ക് വിട്ടാലോ? അപ്പൊ ശരി, ബൈ.